നൂറെ, എന്താ ഇത്? ആളെ പേടിപ്പിക്കാൻ. ഇക്ക, ഇന്നും ആ സ്വപ്നം ഞാൻ കണ്ടു. ഇതിപ്പോ ഇടക്കിടക്കുണ്ടല്ലോ. കാലം കുറെ ആയില്ലേ, നീ അത് മറക്കും മോനെ. എങ്ങനെ മറക്കാനായിക്ക? ഇതുപോലെ ഒരു ജൂലൈ മാസം ഞങ്ങൾ രാത്രി അത്താഴം കഴിച്ച് കിടന്നതായിരുന്നു. പുറത്ത് നല്ല ഇടിയും മഴയും. ഇടിയാണെങ്കിൽ എനിക്കും അനിയത്തി സൂറാക്കും ഭയങ്കര പേടിയാ. ഞങ്ങൾ രണ്ടുപേരും ഉപ്പാനെയും ഉമ്മാൻ്റെ അടുത്ത് പോയി കിടന്നു. അവർ ഞങ്ങളെ ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടന്നു. പെട്ടെന്ന് എന്തോ പൊട്ടിത്തെറിക്കുന്നൊരു ശബ്ദം കേട്ടു. പിന്നെ ആകെ ഇരുട്ടായിരുന്നു. എത്ര നേരം അങ്ങനെ കിടന്നു എന്നറിയില്ല. ഞങ്ങളെന്തോ വരിഞ്ഞു മുറുക്കുന്നത് പോലെ തോന്നി. എന്നിട്ടും ഞങ്ങൾക്ക് പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്തല്ലേ കിടക്കുന്നേ. പിന്നെ ആരൊക്കെ വന്ന് കല്ലും മണ്ണും മാറ്റി ഉപ്പനെയും ഉമ്മനെയും ഞങ്ങളിന്ന് വേർപ്പെടുത്തുമ്പോൾ അവരുടെ രണ്ട് കൈകളും മരവിച്ചിരുന്നുക്ക. അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഇരുട്ടിലായത്. ചിലപ്പം തോന്നും, എന്തിനു റബ്ബ് ഞങ്ങളെ മാത്രം ഇവിടെ ബാക്കിയാക്കിയെന്ന്. അങ്ങനെയൊന്നും പറയില്ല മോനെ. റബ്ബിന്റെ തീരുമാനങ്ങൾ നല്ലതിനാകും. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലടാ. അല്ല മോനെ, കുറേ നാളായി നിന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കുക. നീ എന്തിനാ മൂപ്പരെയും കൂട്ടി ഇങ്ങോട്ട് തന്നെ വന്നത്? നിനക്ക് വേറെ കടയിലോ നല്ല ജോലിയൊക്കെ തന്നെ കിട്ടുമായിരുന്നില്ലേ? എന്നിട്ടും എന്തിനാ ഈ അഴുക്ക് പിടിച്ച ആക്രിക്കടയിലേക്ക് തന്നെ വന്നത്? അത് പിന്നെ ഇക്കാക്കറിയാലോ, എനിക്ക് പുസ്തകം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നോക്കിയിട്ട് കാശ് കൊടുക്കാതെ പുസ്തകം വായിക്കാൻ പറ്റിയൊരിടം ഇതല്ലാതെ വേറെ ഇല്ല. അതിപ്പം പുസ്തകം തന്നെ വേണമെന്നില്ല, ഒരു തുണ്ട് കടലാസിലെ അക്ഷരങ്ങളായാലും മതി. എനിക്കത് വെറും അക്ഷരങ്ങളല്ല, എൻ്റെ ഇരുട്ടിലേക്ക് വീശുന്ന ഒരു ഇത്തിരി വെട്ടമാണിത്. അതെ ഇക്ക. അതാ കേറിപ്പോണ ബലാല്, പിടിക്കവനെ. അവിടൊക്കെ വലിച്ചു വാരിടി നീ. എടാ രാജു, നീ എന്ത് പണിയാ കാണിക്കുന്നത്? അവിടെ ഒന്നും ഇല്ലടാ. ഇതുവരെ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാതിരിക്കോ? നീ ഒന്ന് ക്ഷമിക്കടാ. എത്ര നാളായിക്ക ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അല്ല നൂറെ, എന്താ അവനെന്നും ഇവിടെ വന്ന് തെരഞ്ഞു നോക്കുന്നത്? അതെ ഇക്ക, കഴിഞ്ഞ ആഴ്ചത്തെ കാറ്റിൽ അവൻ്റെ സ്കൂളിൻ്റെ ഒരു ഭാഗം തകർന്നിരുന്നല്ലോ. ഇപ്പോൾ അവന് ഓൺലൈനിലാണ് ക്ലാസ്. പക്ഷേ അവൻ്റെ കയ്യിൽ നല്ലൊരു മൊബൈലില്ല. പഴയത് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ അവനെ നന്നാക്കി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പാവം. ആ, കൊടുക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? ആ മാഷേ, എന്താ വിശേഷം? സുഖാണ് നൂറേ. മാഷേ, നിങ്ങൾ അവസാനം തന്ന കവിതയുണ്ടല്ലോ, എന്തു മനോഹരം! എൻ്റെ ഉള്ളിൽ തട്ടിയത്. സന്തോഷം നൂറേ. നീ മാത്രമാണ് എൻ്റെ കവിതകൾ വായിക്കുന്നത്. സങ്കടപ്പെടല്ലേ മാഷേ, ഒരു നാൾ ഈ ലോകം നിങ്ങളെ അംഗീകരിക്കും, നിങ്ങളെ കവിതകളെയും. അതിനെ എൻ്റെ ജന്മം ശരിയല്ല നൂറേ. എൻ്റെ ജന്മമാണ് എൻ്റെ ശാപം. അങ്ങനെ പറയല്ലേ മാഷേ, എല്ലാം ശരിയാവും. മാഷൊന്നിവിടെ നിൽക്കി. ഇക്ക, എൻ്റെ കണക്കിൽ നിന്ന് മാഷിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണേ. എന്റെ വേല ഇതാ. എത്ര കാലം ഇത് തുടങ്ങിയിട്ട്. നിനക്ക് വല്ല കൂലിപ്പണിക്കും പോയിട്ട് കുടുംബം പൊറ്റിക്കൂടെ? എന്നാ വെച്ചോ. ബാബ വന്നില്ലല്ലോ. ബാബയെ കണ്ടില്ല. ബാബ എന്തേ വരാത്തേ? ബാബ വന്നില്ല. ബാബ, എന്താ നൂറേ,
മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങൾ നിന്റെ ഉള്ളിലുള്ളതുപോലെ. ബാബ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നത് നമ്മുടെ റബ്ബാണെന്നല്ലേ ബാബ പറഞ്ഞിട്ടുള്ളത്? ചിലർക്കെല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നു, എന്നാൽ വളരെ ആവശ്യമുള്ള ചിലർക്കാകട്ടെ എത്ര തിരഞ്ഞാലും ഒന്നും ലഭിക്കുന്നില്ല. വേറെ ചിലർ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നു. അതെന്താ ബാബ? ചിലരുടെ വെളിച്ചം മറച്ചു വെക്കാൻ മറ്റുള്ളവർക്ക് കഴിയുമോ? നൂറേ, കാത്തിരിപ്പാണ് പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ രൂപം. ആകാശത്തു നിന്ന് മഴത്തുള്ളികൾ വീഴുന്നത് നീ കണ്ടിട്ടില്ലേ? ചിലത് പുഴയിൽ വീണ് ഒലിച്ചു പോകും, ചിലത് മണ്ണിൽ വീണ് ചളിയാകും. എന്നാൽ കാത്തിരിക്കുന്ന ചിപ്പിക്കുള്ളിൽ വീഴുന്ന മഴത്തുള്ളി മാത്രമാണ് മുത്തായി മാറുന്നത്. വെളിച്ചം വൈകുന്നത് നിന്നെ ഇരുട്ടിലാക്കാനല്ല, നിന്റെ ഉള്ളിലെ തിരിയുടെ കരുത്ത് പരീക്ഷിക്കാനാണ്. ആരും നിന്റെ വെളിച്ചം തടയുന്നില്ല നൂറേ. സമയമാകുമ്പോൾ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾക്കിടയിലൂടെയാണെങ്കിലും അത് നിന്നെ തേടി വരും. അതുവരെ നീ നിന്റെ ഉള്ളിലെ പ്രതീക്ഷയുടെ തിരി അണയാതെ സൂക്ഷിക്കുക. തേടുന്നവൻ്റെ കൂടെയാണ് പടച്ചറബ്. സബറുൻ ജമീൽ എന്ന് നീ കേട്ടിട്ടില്ലേ? അതിനേക്കാൾ മനോഹരമായ മറ്റെന്തുണ്ട്? ഇന്ന് ഞാനൊരു യാത്രയിലാണ്, ധൃതിയുണ്ട്. റബ്ബിൻ്റെ കാവല് നിന്നിലുണ്ടാവട്ടെ. നൂറേ, നൂറേ, ആ ജാഫർക്കാ, ഇവിടെ വന്നേ. പുതിയ പുസ്തകം വല്ലതും വന്ന? ഇതേ ബാർട്ടർ പരിപാടിയാ. എൻ്റെ കയ്യിൽ 2 ഉണ്ട്. ഇങ്ങോട്ട് തന്ന അങ്ങോട്ട് തരും. ആ അങ്ങനെയാ? നൂറേ, നീ ഇങ്ങനെ കൊടുക്കുന്ന പുസ്തകത്തിന് വല്ല കണക്കുണ്ടോ? ഇതൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടാ? ഇത് ലൈബ്രറി അല്ലാട്ടാ. വായിക്കുന്നവരും പുസ്തകപ്രേമികളും അങ്ങനെ അബ്ദുക്ക. അത് വായിക്കുന്നവർക്ക് മനസ്സിലാവും. ഇതാരോട്? പിന്നെ വായിക്കുന്നവൻ. ജാഫറെ, നീ വാർഡ് മെമ്പറായിരുന്ന സമയത്ത് കലിങ്കിൻ്റെ അഴിമതിയിൽ എത്ര വാരിക്കൂട്ടിയത്? ഇതൊന്നും നാട്ടുകാരെ അറിഞ്ഞിട്ടില്ലെന്ന വിചാരം? ആഹാ, ഉണ്ട്, വാരിക്കൂട്ടിയിട്ടുണ്ട്. ഞാൻ വാരിക്കൂട്ടിയ വിവരം നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളതും എനിക്കറിയാം. അന്ന് വാരിക്കൂട്ടിയോണ്ടേ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഈ അധികാരം എപ്പോഴും ഉണ്ടാവില്ല, ഉള്ളപ്പോൾ മുതലാക്കുക. എന്താണ്ട ജാഫറെ, മരിച്ചു പോണ്ട എനക്ക്? ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. മരിക്കുന്നവരവിടെ ജീവിക്കണ്ടേ? പിന്നെ ഇതൊക്കെ നമ്മുടെ കിതാബിൽ പണ്ടേ എഴുതി വച്ചിട്ടുള്ളതല്ലേ. ഞാൻ അഴിമതി നടത്തുന്നു നിങ്ങളുടെ പടച്ചോൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? പടച്ചോൻ്റെ വിധിനെ തിരുത്താൻ നമ്മളില്ലേ? അല്ല നൂറേ, നിങ്ങൾ രണ്ടാളും ഒരേ പുസ്തകം തന്നെയല്ലേ വായിക്കുന്നത്? പിന്നെ അവനെന്താ ഇങ്ങനെ ആയിപ്പോയത്? എനിക്കറിയില്ല അബ്ദുക്ക, ഞാൻ എവിടെയോ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. വെറുതെ വായിക്കുകയല്ല, വായിക്കേണ്ട രീതിയിൽ വായിക്കണം. ഒന്നും ഒരു മുൻധാരണയോട് കൂടി വായിക്കരുത്. അത് പുസ്തകമായാലും ജീവിതമായാലും. ആ, ഞാനൊന്ന് പുറത്തു പോവാണ്. നീ ഇനി പുസ്തകം വായിച്ചവിടെ കിടന്ന് ഉറങ്ങിയേക്കരുത്. കടയിൽ സാധനങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് ഉത്സാഹിക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ കട. നീ ഒന്ന് പോയി നോക്ക്, അവിടെ ആരെങ്കിലും ഉണ്ടോന്ന്. ഇതാണാ കട? ഞാൻ തന്നെ പോണോ? ആരെങ്കിലും കണ്ടാലാ? ഒന്ന് പോയി നോക്കിൻ്റെ മജീദേ, ഒന്ന് പോയി നോക്ക്. ഇവിടെ ഒന്നും ആരുമില്ല. റോയിച്ച, പിന്നെ അല്ലെങ്കിൽ ഞമ്മക്കിപ്പോൾ ഇത് വേണോ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു വഴി. എൻ്റെ മജീദേ,
നമ്മൾ എന്തെല്ലാം ബിസിനസ് ചെയ്തു, എല്ലാം പൊളിഞ്ഞ് പാളീസായില്ലേ. കടം ചോദിക്കാനായിട്ട് ഈ നാട്ടിൽ ഇനി വേറെ ആരെങ്കിലും ബാക്കിയുണ്ടാ? ഒറ്റക്കാണെങ്കിൽ പട്ടിണി കിടക്കാം. ഇതിപ്പോ നമുക്കൊക്കെ ഒരു കുടുംബം ഉണ്ടായി പോയില്ലേ. നീ ഇങ്ങോട്ട് വന്നേ, പണി ഞാൻ പറഞ്ഞുതരാം. എന്നാലും മോഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞ അതിന് നമ്മൾ വന്നിരിക്കുന്നത് ബാങ്ക് കൊള്ളടിക്കാനൊന്നല്ലല്ലോ. ഇതൊരു ആക്രിക്കടയാണ്. ആർക്കും വേണ്ടാത്ത കുറേ സാധനങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് 1-2 സാധനങ്ങൾ എടുത്ത് വിറ്റാ കിട്ടുന്ന പൈസ കൊണ്ട് നമുക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കഴിക്കാം. അത്രേ വേണ്ടൂ, അത് മതി. റോയിച്ച, അതങ്ങനല്ലല്ലോ റോയിച്ച. അത് അതിൻ്റെ മുതലാളി പൈസ എടുത്ത് വാങ്ങിച്ചതല്ലേ. എന്തായാലും മോഷണം മോഷണം തന്നെ. എന്നാ വേണ്ട, നീ ഒരു വഴി പറ. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എൻ്റെ മോള് പറയണത് നീയും കൂടി കേട്ടതല്ലേ മജീദേ? അവരൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായിന്നറിയോ? അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കണം എനിക്ക്. അത്രേ വേണ്ടൂ, അത് മതി. എന്നാ ശരി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നമ്മളെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയാണ്. ഇനി വൈക്ക് നമ്മളില്ലട്ടോ. നീങ്ങ് വന്ന മജീദേ, ഞാൻ പറഞ്ഞുതരാ. നീ വന്നേ, നോക്ക്. അമ്മേ, പേടിക്കണ്ട, നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ട്. അതെ, ഇവിടുന്ന് ഒന്നും നിങ്ങൾ എടുക്കരുത്. ഇതെൻ്റെ മുതലാളി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാ. വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ പോവാണ്. നിൽക്ക്, പോകല്ലേ. അവിടെ കടയുടെ പിറകിൽ എൻ്റെ ഒരു സൈക്കിൾ ഇരിക്കുന്നുണ്ട്. തൽക്കാലം നിങ്ങളത് എടുത്തോളൂ. കുറച്ച് പഴയതാണ്, ഒരുപക്ഷെ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടേക്കും. എന്നാ വാ, നമുക്ക് പോവാം. ദൈവമേ, എന്തൊരു പരീക്ഷണമാണിത്. ഈ ലോകം എന്താ ബാബ ഇങ്ങനെ? സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് കഴിയുന്നില്ല. എന്നാലോ അഴിമതി നടത്തി ജീവിക്കുന്നവർ യഥേഷ്ടം അത് തുടരുന്നു. നൂറേ, കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതിനേക്കാൾ ഹൃദയങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ഈ ലോകം. തീയിലൊരുക്കുന്ന സ്വർണം കൂടുതൽ ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? നിന്റെ ശരീരത്തിലെ മുറിവുകളിലൂടെയാണ് വെളിച്ചം ഉള്ളിലേക്ക് കടക്കുന്നത്. എന്നാൽ സ്വന്തത്തെ നശിപ്പിച്ചവനോ ഇവിടെ എന്തൊക്കെയോ വാരിക്കൂട്ടുന്നു എന്നവന് തോന്നുന്നു. പക്ഷേ അവൻ്റെ ആത്മാവ് ശൂന്യമാണ്. അതിൽ ദൈവത്തിൻ്റെ വെളിച്ചമില്ല. മുള്ളുകളോട് കൂടിയല്ലേ റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത്. ഒരു പൂവിനെപ്പോലെ മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുവാൻ നിനക്കാവട്ടെ നൂറേ. രാജു, എന്തു പറ്റി? ആകെ വിഷമത്തിലാണല്ലോ. അത് പിന്നെ ഇക്ക, ഇനിയും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൊല്ലം പോവും. എൻ്റെ പ്രതീക്ഷകളൊക്കെ കൈവിട്ടുകൊണ്ടിരിക്കുക. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എവിടെന്നെങ്കിലും ഒരു ഫോണ് എനിക്ക് സംഘടിപ്പിച്ച് തരുമായിരുന്നു. വിഷമിക്കാതെ രാജു, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും. അങ്കിളെ, ഇതെടുത്ത് ഇതിന്റെ പൈസ തന്നെ. അല്ല, ഇതെന്തിനാ കൊടുക്കുന്നത്? ഇതിന് കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ. അതൊക്കെ നിങ്ങളെന്തിനാ അറിയണേ? വേഗം പൈസ തന്നെ. അങ്കിൾ, അതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ഇത് നിങ്ങളുടെ തന്നെയാണോ? ഇക്ക, അവർക്ക് ആ പണം കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞില്ല രാജു, ദൈവം നിന്നെ കൈവിടില്ലാന്ന്. നോക്ക്, പുതിയതുപോലെ ഉണ്ട്. ഞാൻ ഹാപ്പി ആയിക്ക. പക്ഷെ ഇതിന് കുറെ പൈസ ആവൂലേ? പൈസ ഒന്നും നീ നോക്കണ്ട, നീ പോയി പഠിക്കാൻ നോക്ക്. ചെല്ലേ. നൂറേ,
പൈസയുടെ കാര്യമല്ലേ, അത് എൻ്റെ കണക്ക് വെച്ചോ. ആ അത് ഞാനെടുക്കും. പക്ഷേ നീ ഇപ്പം ചെയ്തത് ഒരു നല്ല കാര്യം തന്നെ. നൂറേ, നൂറേ, നീ ഇത് കണ്ടോ? എന്തു പറ്റി മാഷേ? നീ ഈ വാർത്ത കണ്ടോ? ഈ വർഷത്തെ മികച്ച കവിതക്കുള്ള പുരസ്കാരം എനിക്ക്. അതേടാ, എനിക്ക്. ആഹാ, സന്തോഷമുള്ള വാർത്തയാണല്ലോ മാഷേ. പക്ഷേ ഇതെങ്ങനെ? ഞാൻ എൻ്റെ കവിതകൾ നിനക്ക് മാത്രമാണ് തരുന്നത്. നീ മാത്രമാണ് എൻ്റെ കവിതകൾ വായിക്കുന്നതും. മാഷേ, ലോകം വായിക്കേണ്ട കവിതകളാണ് നിങ്ങളുടേത്. മാഷിൻ്റെ എല്ലാ കവിതകളും ഞാൻ പ്രസാധകർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അർഹതപ്പെട്ട അംഗീകാരമാണ് മാഷെ നിങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങൾ കവിതകളുടെ ഒരു പുസ്തകം ഇറക്കാൻ കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ആണോ? സന്തോഷം നൂറേ. നൂറേ, പണത്തിന് വേണ്ടിയായിരുന്നടാ ഞാൻ ഈ കട നടത്തിയിരുന്നത്. പക്ഷേ നീ ചുറ്റിലുമുള്ളവർക്ക് ജീവിതവും പ്രതീക്ഷകളുമാണ് നൽകിയത്. ഞാനിത് നടത്തുമ്പോൾ ഇത് വെറും ഒരു ആക്രിക്കട. ഈ കട നടത്താൻ നീയാടാ ഏറ്റവും അർഹൻ. ഇത് ഇനി നീയാണ് നടത്തേണ്ടത്. ഇത് നിനക്കുള്ളതാ. ബാബാ, ഇത് കണ്ടോ? മുതലാളി കട എന്നെ ഏൽപ്പിച്ചു. ബാബ കടയിലേക്ക് വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? നൂറേ, നിന്റെ പ്രാർത്ഥന തന്നെയാടോ ഞാൻ. നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു പ്രകാശമുണ്ട്. ദൈവികമായ അറിവിലൂടെയാണ് അത് പൂർണ്ണത പ്രാപിക്കുന്നത്. നൂറുൻ അലാ നൂർ. നിന്റെ വായനയാണ് നിന്നിലെ പ്രകാശത്തെ പ്രശോഭിതമാക്കിയത്. പഴകിയ സാധനങ്ങളുടെ ഈ ആക്രിക്കടയിൽ നിന്ന് നീ കൊളുത്തിയ വെളിച്ചം എത്ര പേർക്കാണ് ജീവിതവും പ്രതീക്ഷയും നൽകിയത്. ആ തിരി അണയാതെ സൂക്ഷിക്കുക എന്നതാവട്ടെ നിന്റെ ജീവിത ദൗത്യം. നിന്റെ കയ്യിലുള്ള ഈ ദുനിയാവിൻ്റെ താക്കോൽ കൊണ്ട് ആഹിറത്തിൻ്റെ വാതിലും തുറക്കാനായാൽ നീ വിജയിച്ചു മോനെ. ഞാൻ പോകുന്നു. പക്ഷേ എൻ്റെ ഈ വാക്കുകൾ എപ്പോഴും നിഴൽ പോലെ നിന്റെ കൂടെയുണ്ടാവണം. നീ ഒറ്റയ്ക്കല്ല, പ്രപഞ്ചം മുഴുവനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇനി യാത്രയില്ല. വെളിച്ചമേ, നയിച്ചിടൂ പ്രതീക്ഷകൾക്കുമപ്പുറത്തിരുട്ടുമാറി. എത്തുമെന്റെ കാത്തിരിപ്പിനൊടുവിലാ വെളിച്ചമേ, വെളിച്ചമേ, നയിച്ചിടൂ ഉള്ളിലെരിയുമെൻ കിനാവുതൻ തിരിക്കരുത്തു കൂട്ടിയിടാനൊരുങ്ങിയെത്തുമാ വെളിച്ചമേ, വെളിച്ചമേ, വെളിച്ചമേ.